ഓരോ പ്രാവശ്യം ഇവരെ ഞാൻ കാണുമ്പോഴും ഓരോ പ്രാവശ്യം ആ ഉപ്പാപ്പയ്ക്ക് ആക്ച്വലി പല്ലൊന്നുമില്ല ഇപ്പോൾ, ബട്ട് സ്റ്റിൽ എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ചിരി അവർക്കുണ്ട്. പിന്നെ പലപ്പോഴും ആ ഒരു മോനേന്ന് വിളിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ടോക്ക്, അത് എപ്പോഴും അവരെവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു 70-year-old മാൻ ഒരു ഷോൾഡർ പെയിൻ ആയിട്ട് വന്നു. റുട്ടീൻ മരുന്നുകളൊക്കെ കൊടുത്തു തൽക്കാലം ഫസ്റ്റ് ടൈം കണ്ട സമയത്ത്. സോ ഒരു 2 months കഴിഞ്ഞ് റിവ്യൂ ചെയ്തപ്പോൾ പേഷ്യൻ്റ് പെയിൻ കൂടി. സോ ഇമ്മീഡിയറ്റ്ലി ഒരു എക്സ്റേ എടുത്തപ്പോൾ ഒരു ലൈറ്റ് ഗ്ലീഷൻ കണ്ടു. ലൈറ്റ് ഗ്ലീഷൻ കണ്ടു കഴിഞ്ഞാൽ 3 പോസിബിലിറ്റീസ് ആണ് ഈ ഒരു ഏജിൽ. ഒന്നുകിൽ ഒരു വേറെ എവിടെന്നെങ്കിലും ഒരു ക്യാൻസർ വന്ന് അങ്ങോട്ടേക്ക് മെറ്റാസ്റ്റാസിസ് ആയതാവാം, ഇല്ലെങ്കിൽ ഒരു പ്രൈമറി ബോൺ ട്യൂമർ ആകാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൈലോമ റിലേറ്റഡ് അങ്ങനെ ആകാം. പേഷ്യൻറ്റിനോട് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. 70 years ആണ്. ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ബൈസ്റ്റാൻഡറുമായിട്ട് വരാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് വീക്ക് പേഷ്യൻ്റ് ബൈസ്റ്റാൻഡറുമായിട്ട് വന്നു. അത് അവരുടെ വൈഫായിരുന്നു. മേ ബി അറൗണ്ട് 68-69. അഗെയിൻ ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ഡിഫിക്കൽട്ടായി. ബൈ ദ ടൈം ഞാൻ അവർക്ക് കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് കൊടുത്തിരുന്നു. ദാറ്റ് ഫേവേഴ്സ് മോർ ടുവേർഡ്സ് മൾട്ടിപ്പിൾ മൈലോമ. ഞാൻ ഇവരോട് ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവരുടെ മക്കളുടെ നമ്പർ മേടിച്ചു. മക്കളെല്ലാവരും ഗൾഫിലാണ്. സോ അവർ പോയതിന് ശേഷം ഞാൻ അവരുടെ മകനെ വിളിച്ചു, ഖത്തറിലുള്ള മകനെ വിളിച്ചു. കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എക്സ്റേ അയച്ചു കൊടുത്തു, ഇൻവെസ്റ്റിഗേഷൻസ് അയച്ചു കൊടുത്തു, എന്താണ് പ്ലാൻ എന്നൊക്കെയുള്ളത് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്ത് പത്തോളജിക്കൽ ഫ്രാക്ചർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഫിക്സ് ചെയ്യണം എന്നുള്ള രീതി പറഞ്ഞു. മകനെല്ലാം ഓക്കെ ആയിരുന്നു. 1 week വന്നു. ഇമ്മീഡിയറ്റ്ലി നമ്മൾ സർജറി പ്ലാൻ ചെയ്തു. സർജറിൻ്റെ ഇടയിൽ ഒരു ബയോപ്സി പിന്നെ വിട്ടു. ദാറ്റ് കൺഫേംഡ് മൾട്ടിപ്പിൾ മൈലോമ. സർജറിക്ക് ശേഷം നമ്മൾ ഹെമറ്റോളജിസ്റ്റിന് പേഷ്യൻറ്റിനെ വിട്ടു. ആൻഡ് ഈ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ അറൗണ്ട് 2 years ആയി. ഇപ്പോൾ കാലിക്കറ്റ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ വെച്ച് ഇപ്പോഴും ഞാൻ ഇവരെ കാണാറുണ്ട്. ഓരോ പ്രാവശ്യം ഇവരെ ഞാൻ കാണുമ്പോഴും ഓരോ പ്രാവശ്യം ആ ഉപ്പാപ്പയ്ക്ക് ആക്ച്വലി പല്ലൊന്നുമില്ല ഇപ്പോൾ, ബട്ട് സ്റ്റിൽ എന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ചിരി അവർക്കുണ്ട്. പിന്നെ പലപ്പോഴും ആ ഒരു മോനേന്ന് വിളിച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ടോക്ക്, അത് എപ്പോഴും അവരെവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഐ തിങ്ക് ദാറ്റ്സ് വൺ ഓഫ് ദ മെമ്മറബിൾ കേസ് ഫോർ മീ.